ഇക്കഴിഞ്ഞ മാസം ഔറംഗാബാദിൽ നടന്ന ദേശീയ എക്യുപ്ഡ് പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിന് വേണ്ടി മെഡൽ നേടിയ ഒരാളുണ്ട്. നമ്മുടെ കോഴിക്കോട് കരുവശ്ശേരി സ്വദേശിനിയാണ്. ആളൊരു ആയുർവേദ ഡോക്ടറാണ്. കായിക താരം മാത്രമല്ല. ഡോക്ടർ സുജീറ നബീലാണ്. അതിൻ്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ സുജീറ തന്നെ നമ്മളുടെ കൂടെയുണ്ട്. ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ സുജീറ. എങ്ങനെയാണ് ഈ നേട്ടത്തെ കാണുന്നത്? വളരെ സന്തോഷം തോന്നുന്നുണ്ട്, വളരെ അഭിമാനം തോന്നുന്നുണ്ട്. ഈയൊരു നമ്മുടെ കേരളത്തിന് വേണ്ടിയിട്ടുള്ള ഈയൊരു നേട്ടം എനിക്ക് വളരെ അഭിമാനത്തോടു കൂടിയാണ് ഞാൻ കാണുന്നത്. ഈയൊരു ഫീൽഡിൽ ഒരുപാട് ഇഷ്ടത്തോടു കൂടിയാണ് ഞാൻ ഇറങ്ങിയത്. കുറച്ച് ഹാർഡ് വർക്ക് ഉണ്ടായിരുന്നു, കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു ഇതിൻ്റെ പുറകിൽ. എങ്കിലും ഈയൊരു നേട്ടം നേടിയതിൽ ഞാൻ സന്തോഷവതിയാണ്. ഇങ്ങനൊരു ഇതുമായി ബന്ധപ്പെട്ട് പോകുമ്പോഴേ സ്വാഭാവികമായിട്ട് നമ്മൾ ഈ പവർ ലിഫ്റ്റിങ്ങിലേക്ക് വരുമ്പോൾ ഭാവിയിൽ കുറച്ച് മെഡലൊക്കെ നേടണം, അങ്ങനെ പ്ലാൻ ചെയ്തിട്ടാണോ വന്നത്? മെഡലിന് ഞാൻ പ്ലാൻ ചെയ്തിട്ടില്ല, ഒരിക്കലുമില്ല. ഞാൻ ലിഫ്റ്റിനോടുള്ള ഇഷ്ടം ഉണ്ടായിരുന്നു. ആദ്യം വെറുതെ ഒന്ന് ജിമ്മിൽ മെലിയിക്കാൻ വേണ്ടി പോയതാണ്. ഒരു 117 കിലോ ഉള്ള ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് മെലിയിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഒരു 2-3 വർഷം മുന്നേ ഞാൻ ഇരിങ്ങാടൻ പള്ളി ഒരു റീഷേപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ജിമ്മിൽ പോണത്. അവിടെ എൻ്റെ ഒരു സുനീഷ് എന്ന് പറഞ്ഞിട്ടൊരു ട്രെയിനറാണുള്ളത്. അപ്പോൾ സുനീഷ് സാറാണ് ആദ്യമായിട്ട് എന്നെ ഈ ബാർ ഒന്ന് പിടിപ്പിക്കുന്നത്. പക്ഷെ അപ്പോഴൊന്നും ഈ ലിഫ്റ്റിംഗ്, പവർ ലിഫ്റ്റിംഗ് അതൊന്നും എനിക്കറിയില്ല. അപ്പോൾ സാർ എന്നെ കണ്ടിട്ടുണ്ടാവും. എനിക്ക് വെയ്റ്റ് ലിഫ്റ്റിംഗ്, പവർ ലിഫ്റ്റിങ്ങിന് എനിക്ക് കഴിവുണ്ടെന്ന് സാറ് തിരിച്ചറിഞ്ഞതുകൊണ്ടായിരിക്കാം ബാർ എനിക്ക് തന്നത്. സാർ എല്ലാവർക്കും അങ്ങനെ ബാർ കൊടുക്കാറില്ല. അപ്പോൾ ഞാനത് വെറുതെ ചെയ്യും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. മെലിയിക്കാനുള്ള തത്രപ്പാടിലാണ് ഞാൻ. അങ്ങനെ 30 കിലോയോളം ഞാൻ മെലിഞ്ഞു. 78 അങ്ങനെ ഞാൻ ആയിട്ടുണ്ട്, അതിൽ കൂടുതൽ. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ആ സ്ഥലം മാറേണ്ടി വന്നു. ചേവായൂർ ആണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. ചേവായൂർ മാറേണ്ടി വന്നു. ഞാൻ ഇവിടെ കരുവശ്ശേരി വന്ന് താമസാക്കി. അപ്പോൾ ഇത്രയും ദൂരെ എനിക്ക് പോകാൻ ബുദ്ധിമുട്ടായി. പക്ഷേ അത് ഭയങ്കര മിസ്സിങ് ആയിരുന്നു എനിക്ക് ആ ഒരു ജിമ്മ്. പക്ഷേ ഇവിടെ ഞാൻ പല ജിമ്മിലും കയറി ഇറങ്ങി. ഒരു ജിമ്മിലും ഈ പവർ ലിഫ്റ്റിംഗ്, വെയ്റ്റ് ലിഫ്റ്റിംഗ് എന്തായിക്കോട്ടെ, അതിനൊരു പ്രത്യേക പ്ലാറ്റ്ഫോം ആവശ്യമുണ്ട്. അതിനൊരു പിന്നെ ബാറ്, അതിൻ്റെ പ്ലേറ്റ്സ്, ഇതൊക്കെ ഡിഫറെൻ്റാണ്. അതിന് പ്ലേറ്റ്സൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള, ഇപ്പോൾ 5, 10, 15, 20, 25 അങ്ങനെയുള്ള സെറ്റ് തന്നെ ആവശ്യമുണ്ട്. ഇതൊന്നും പല ജിമ്മിലും ഉണ്ടാവില്ല. വലിയ ജിമ്മുകളായിരിക്കാം, പക്ഷെ അത് ഫിറ്റ്നസ് ബേസ്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ ബോഡി ബിൽഡിംഗ് ബേസ്ഡ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു പവർ ലിഫ്റ്റിംഗ് ബേസ്ഡ് ആയിട്ടുള്ള ജിമ്മുകൾ നമ്മൾ കോഴിക്കോടൊക്കെ 3-4-5 എണ്ണേ ഉള്ളൂ, വളരെ കുറവാണ്. അപ്പോൾ ഇവിടെ ഞാൻ അത് കുറച്ച് ബുദ്ധിമുട്ടി. അവസാനം ഞാൻ കണ്ടെത്തിയത് തടമ്പാട്ട് താഴം വേങ്ങേരിക്ക് ഇടയ്ക്കിൽ അൾട്ടിമേറ്റ് എന്ന് പറഞ്ഞൊരു ജിമ്മിൽ ഞാൻ പോയപ്പോൾ അവിടെ ഇസാഖ് എന്ന് പറഞ്ഞൊരു ട്രെയിനർ, അദ്ദേഹം പറഞ്ഞു എനിക്ക് ഓക്കെ നമുക്ക് ചെയ്യാം. അങ്ങനെ ഞാൻ അവിടുന്ന് കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുന്നെയാണ് ശരിക്കും ഒരു ട്രെയിനിങ് തുടങ്ങിയത്. അപ്പോൾ അവിടെ ഒരു പഴയ ലിഫ്റ്ററായിട്ടുള്ള രാജഗോപാൽ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. രാജഗോപാൽ ഏട്ടനും ഞാനും അവിടെയുള്ള കുറച്ച് ആളുകളൊക്കെ ആയിട്ട് ഞങ്ങൾ ലിഫ്റ്റ് ചെയ്ത് തുടങ്ങി. അങ്ങനെ സ്റ്റേറ്റിൽ പോയി ആദ്യമായിട്ടാണ് അത്യാവശ്യം നല്ല വെയിറ്റ് എനിക്ക് പൊക്കാൻ കഴിഞ്ഞു. അത്യാവശ്യം നല്ല കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. എൻ്റെ കൂടെ നാഷണൽ ചാമ്പ്യൻ, കഴിഞ്ഞ വർഷത്തെ നാഷണൽ ചാമ്പ്യൻ തന്നെയായിരുന്നു എൻ്റെ കൂടെ മത്സരിച്ചത്. പക്ഷെ അത് എനിക്ക് കുറച്ച് ഞാനത് 2nd പ്രൈസിലേക്കാണ് പോയത്. പക്ഷെ അതെനിക്ക് ഭയങ്കര മോട്ടിവേഷൻ ഉണ്ടായി. എനിക്ക് പറ്റും, ഞാൻ വെറുതെ മത്സരിച്ച ഒരാളാണ്. രണ്ടും കൽപ്പിച്ച് നമ്മൾ ദേശീയ ചാമ്പ്യൻഷിപ്പിലേക്ക് പോയി. അത് പിന്നെ എനിക്ക് സെലക്റ്റഡായി. പക്ഷേ ഇതിൽ ഇക്വിപ്ഡ് എന്ന് പറയുന്നൊരു മത്സരത്തിലാണ് എനിക്ക് കിട്ടുന്നത്. ആ ഇക്വിപ്ഡ് കിട്ടുമ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ അതിനൊരു പ്രത്യേക കോസ്റ്റ്യൂമുണ്ട്. അതിന് ബെഞ്ച് സ്യൂട്ട് കോസ്റ്റ്യൂമുണ്ട്. ഈ കോസ്റ്റ്യൂം എല്ലാവർക്കും അങ്ങനെ നമ്മളൊരാൾ ഇട്ട് തരണം. നമ്മളെ സൈസിലും ചെറുതാണ്. എനിക്കിപ്പോൾ 38 സൈസുണ്ട്, അത് 32 ഒക്കെ ആയിരിക്കും ആ കോസ്റ്റ്യൂമിൻ്റെ സൈസ്. അപ്പോൾ ഇത് നല്ല പവർ അറിയുന്ന എയിമുള്ള ആളും ഇട്ട് തരാനുണ്ട്. ഇത് എൻ്റെ ജിമ്മിലും ഈ സെറ്റൊക്കെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് പിന്നെ ഞാൻ നാഷണലിലേക്ക് തയ്യാറെടുക്കും, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഞാൻ അന്വേഷിക്കണം. അത് പിന്നെ എനിക്ക് ടൈറ്റായി. അങ്ങനെ കുതിരവട്ടത്ത് ബാർബൽ എന്ന് പറയുന്നൊരു ജിമ്മുണ്ട്, പഴയ ജിമ്മാണ്, അറിയാമായിരിക്കും എല്ലാവർക്കും. അപ്പോൾ അവിടെയുള്ള ഷിബു സാർ എന്നെ കുറച്ച് ഹെൽപ്പ് ചെയ്തു. അവിടെ ഈ കോസ്റ്റ്യൂം ഇടുന്ന കാര്യത്തിൽ ഭയങ്കര പ്രശ്നം തന്നെയാണ്. കാരണം അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതിൽ കുറച്ച് പിന്നെ അത് ലോഡേഴ്സൊക്കെ വേണം. അപ്പോൾ അതിൽ ഞാൻ പിന്നെ കുറച്ച് നാഷണലിലൊക്കെ പോകുമ്പോൾ എന്ത് ചെയ്യും എന്നുള്ളൊരു ടെൻഷനിലായി. അങ്ങനെയാണ് എനിക്ക് ലാസ്റ്റ് ഇപ്പം എൻ്റെ കോച്ചായിട്ടുള്ള പ്രജ്ഞേഷ്, അപ്പു എന്നാണ് വിളിക്കുക. അപ്പോൾ അപ്പുവിനെ എനിക്ക് കിട്ടുന്നത് അങ്ങനെയാണ്.
അങ്ങനെയും പിന്നെ എനിക്ക് ജിമ്മ് എവിടെ അപ്പൂന് ഒരു ജിമ്മില്ല. അപ്പം എവിടെയെന്നുള്ളൊരു ഇതിൽ ഞങ്ങൾ വേറൊരു ജിമ്മിൽ പല ജിമ്മിൽ അന്വേഷിച്ചപ്പോൾ അവിടെ പെണ്ണുങ്ങൾക്ക് ഞങ്ങൾ ട്രെയിനിങ് കൊടുക്കില്ല എന്നും അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. ഈ സ്ത്രീ പവർ ലിഫ്റ്റർമാരൊക്കെ വളർന്നു വരണമെങ്കിൽ വലിയൊരു പ്രതിസന്ധി ഉണ്ടാവുന്നുണ്ടല്ലേ? സത്യമായിട്ടുണ്ടെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. പിന്നെ ജയ ജിമ്മിൽ വെച്ചിട്ടാണ് ലാസ്റ്റ് ഞാൻ ഇത് ചെയ്തത്, ലാസ്റ്റ് കുറച്ച് ദിവസം. പിന്നെ ഇപ്പം നാഷണലിൽ പോയി ഒരുപാട് ലിഫ്റ്റേഴ്സിനെ കണ്ടു, കൂടുതൽ ചെയ്യണമെന്ന് മനസ്സിലായി. ഇന്റർനാഷണലിലേക്ക് ഒരു ലക്ഷ്യമുണ്ടോ? ഈ വർഷം ഞാൻ വിചാരിക്കുന്നത് ഒന്നുകൂടെ ഫിറ്റ് ആവട്ടെ, നെക്സ്റ്റ് ഇയർ അടുത്ത വർഷം ഇന്റർനാഷണൽ ആണ്. യെസ്. മറ്റൊന്ന് ഈ ഇതുമായി ബന്ധപ്പെട്ട ഈ കായിക മേഖലയ്ക്ക് അപ്പുറത്ത് ഒരു ആയുർവേദ ഡോക്ടറാണ്, അതിനേക്കാൾ ഉപരി കുട്ടികളുടെ ഒരു ട്രെയിനറും കൂടിയാണ്. സ്വാഭാവികമായിട്ടും ഇതിനൊക്കെ എങ്ങനെയാണ് സമയം കണ്ടെത്താൻ? ഇത് കാണുന്ന സ്ത്രീകളായിട്ടുള്ള ആളുകൾ അവർക്കൊരു പ്രചോദിതമായിരിക്കും ഒരു പക്ഷേ. അതായത് ശരിക്കും ഞാനൊരു വീട്ടമ്മയാണ്, 2 കുട്ടികൾ എനിക്കുണ്ട്, ട്വിൻസാണ്, ഹസ്ബൻഡ് ഉണ്ട്, എല്ലാവരും ഞങ്ങൾ വീട്ടിൽ തന്നെയാണ്. എല്ലാ കാര്യങ്ങളും വീട്ടിലത്തെ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. എല്ലാ സ്ത്രീകളും എൻ്റെ അടുത്ത് എൻ്റെ കൗൺസിലിംഗ് സെഷനിലൊക്കെ വരുന്ന പേഷ്യൻസ് എന്നോട് പറയും, ഡോക്ടറെ സമയമില്ല, ഞങ്ങൾക്കത് ഇന്ന് ടെൻഷനാവുന്നു, അത് ഇത്. ഞാൻ അവരോട് പറയും എല്ലാത്തിനും പറ്റും. ഞാൻ എന്നെ തന്നെയാണ് എക്സാമ്പിളായി കാണിക്കുള്ളത്. ഞാൻ ജിമ്മിൽ പണ്ട് ഞാൻ ജിമ്മിൽ പോകും തുടങ്ങിയ 4:30 ഞാൻ ജിമ്മിൽ പോകുന്നത്. ഞാനാണ് തുറക്കാറ് ആ ജിമ്മ്, ഇരിങ്ങാടൻപള്ളി ജിമ്മ് തുറക്കാറ് ഞാനാണ്. സാറ് ഇപ്പോൾ കേൾക്കുന്നുണ്ട്, സാറിന് അറിയാം. അപ്പം എന്നിട്ട് 6 മണിക്കൊക്കെ ഞാൻ തിരിച്ച് വീട്ടിലെത്തിയിട്ട് വീട്ടിലത്തെ ഫുഡും എല്ലാ കാര്യങ്ങളും ചെയ്ത് 9-9:30 ആകുമ്പോഴത്തേക്ക് എനിക്ക് പേഷ്യൻസ് വരും, ട്രെയിനിങ്ങിന് പോകണം. ടൈറ്റാണ് ഷെഡ്യൂൾ. ഇപ്പോഴും ഞാൻ അങ്ങനെ തന്നെയാണ്. പക്ഷെ അതുകൊണ്ട് ടൈം എന്നുള്ളത് ഒരു വിഷയമുള്ള കാര്യമല്ല. പക്ഷേ ഹെൽത്ത് ഇമ്പോർട്ടൻ്റ് ആണ്. പല സ്ത്രീകൾക്കും 25 വയസ്സാകുമ്പോഴത്തേക്ക് എനിക്ക് വയ്യ. ആ ഹെൽത്തിന് ഈ ഫിറ്റ്നസ് വേണം, ഫുഡ് ഹാബിറ്റ് കറക്റ്റായിരിക്കണം, സ്ലീപ്പ് കറക്റ്റായിരിക്കണം, ടെൻഷൻ ഫ്രീ ആയിരിക്കണം. ആണുങ്ങൾക്ക് ഒരുപാട്, ഞാനൊരു ഫെമിനിസ്റ്റ് അങ്ങനെയൊന്നും ആയിട്ട് പറയല്ല, ആണുങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് പുറത്ത് പോകാൻ. അങ്ങനെ സ്ത്രീകൾക്ക് അതൊന്നും ഇല്ല. അപ്പോൾ അവർക്ക് അവരെ ഹാപ്പി ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യാനൊക്കെ വഴികൾ കുറവാണ്. അതായിരിക്കാം സ്ട്രെസ് ആവുന്നത്, അതായിരിക്കാം അവർക്ക് അസുഖങ്ങൾ വേഗം വരുന്നത്, മൂഡ് സ്വിങ്സ് വരുന്നത്. അവർക്ക് വേറെ വഴികളില്ല. ഞാനിപ്പോൾ എൻ്റെ പേഷ്യൻസിനോട് തന്നെ ഒരു മെക്കാനിസം ഞാൻ പറയൽ, എന്തെങ്കിലും ഒരു സ്പോർട്സ് ചെയ്യാനാ, ഒന്നുമില്ല നടക്കാൻ. അല്ലെങ്കിൽ നടത്തത്തിനൊരു രസം വേണം, വെറുതെ ഇങ്ങനെ ഓർത്ത് നടക്കല്ല. ഒരു ദിവസം നിങ്ങൾ 1/2 മണിക്കൂർ 1 കിലോമീറ്റർ നടക്കുമെങ്കിൽ അടുത്ത ദിവസം നിങ്ങൾ അരമണിക്കൂർ കൊണ്ട് 1.5 കിലോമീറ്റർ അങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കണം. ഒരു സ്പോർട്സ് നേച്ചറിൽ അതിനെ മാറ്റണം. അതിന് എന്തും ആയിക്കോട്ടെ, സ്കിപ്പിംഗ് ആയിക്കോട്ടെ, എന്തെങ്കിലും ഒരു സ്പോർട്സ് ഈവൻറ്റ് നിങ്ങൾ ട്രൈ ചെയ്യണം. 5 മിനിറ്റ് 5 മിനിറ്റ്, 10 മിനിറ്റ് 10 മിനിറ്റ്. ആ ടൈം നമ്മളിങ്ങനെ മാറി വരും, നമ്മൾ ഇൻട്രസ്റ്റ് അനുസരിച്ച് ടൈം മാറി വന്നോളും. ഞാനെപ്പോഴും അവർക്ക് കൊടുക്കലുള്ളൊരിതാണ്. അത് അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളെ ബോഡിയിൽ കോൺഷ്യസ് ആവും, സെൽഫ് കെയർ വരും, നമുക്ക് ഹാപ്പി ഹോർമോൺസ് ഒരുപാട് നമ്മളെ ബ്ലഡിലേക്ക് പമ്പ് ചെയ്യും, നമ്മൾ തന്നെ മാറും. അതെ, വളരെ നല്ല ഒരു ഉപദേശമാണ് നമ്മുടെ പ്രേക്ഷകർക്കും. ഈ ഡോക്ടർ സുജീറയുടെ ഭാഗത്തു നിന്ന് കിട്ടിയിട്ടുള്ള നല്ലൊരു ഉപദേശമാണ്. അവരൊരു നല്ല കായിക താരമാണ്, സ്വാഭാവികമായിട്ടും സ്പോർട്സിൽ അവർ നേട്ടമുണ്ടാക്കിയ ഒരു താരമാണ്. അതിനപ്പുറത്തേക്ക് ഈ സ്പോർട്സ് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുക, നമുക്ക് നല്ല മാറ്റം വരും അല്ലേ? കായികപരമായി അധ്വാനിക്കുക എന്നൊരു, അതെ, പ്രത്യേകിച്ച് ഈ പ്രഭാതത്തിൽ നമ്മുടെ പ്രേക്ഷകർ ഇതൊക്കെ കാണുമ്പോഴേ സ്വാഭാവികമായിട്ടും അവർ ഒരുപാട് നല്ല പ്രതീക്ഷകളുണ്ടാവും. അതെ, എന്തായാലും എല്ലാ ആശംസകളും അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. ഇനി അന്താരാഷ്ട്ര തലത്തിലും വലിയ നേട്ടങ്ങൾ സുജീറയ്ക്ക് ഉണ്ടാവട്ടെ. ക്യാമറ പേഴ്സൺ റിഷാദ് ടിക്കൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.